ഗൗതം, ചാണ്ടി ഉമ്മന് വലിയ അതൃപ്തിയാണ് കോൺഗ്രസ്സിൽ. അത് ഹൈക്കമാൻഡിന് കത്ത് രൂപത്തിലൊക്കെ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഇപ്പോൾ അച്ചു ഉമ്മൻ വരുന്നു കോൺഗ്രസ്സിലേക്ക് വീണ്ടും എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളൊന്നും വരുന്നില്ല, മകൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അച്ചു ഉമ്മൻ ചാണ്ടി ഉമ്മൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ വിവാദങ്ങൾക്കൊക്കെ ഇടയായിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടിയും അവർ നൽകിയിട്ടുണ്ട്. അച്ചു ഉമ്മൻ്റെ വരവ് അത് കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തുമോ അതൃപ്തിപ്പെടുത്തുമോ? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും തലപൊക്കുന്നു എന്നുള്ളൊരു സജീവമാകുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാരണം അച്ചു ഉമ്മൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഞാൻ വരുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം, പ്രവർത്തനത്തിനൊന്നും ചുമതല നൽകിയില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഒരുപാട് വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകളൊക്കെ കോൺഗ്രസിൻ്റെ അണികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കോൺഗ്രസ്സിന് അടിത്തട്ട് വരെ ഏറ്റവും അധികം ഇപ്പം നിർജീവമായിട്ട് ആ ഗ്രൂപ്പ് തുടരുകയാണെങ്കിലും അതിന് അടിത്തട്ട് വരെ വലിയ രീതിയിൽ സ്വാധീനമുള്ളൊരു ഗ്രൂപ്പാണ് ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം എ ഗ്രൂപ്പിനെ സജീവമായിട്ട് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരിക, ഒരു പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം തന്നെയാണ് പല നേതാക്കന്മാരുടെയും മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അച്ചു ഉമ്മനെ പോലുള്ള നേതാക്കന്മാർ, അച്ചു ഉമ്മനെ പോലുള്ള ഉമ്മൻചാണ്ടിയുടെ മകൾ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നുള്ളൊരു അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെയുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നത്. അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിലാവട്ടെ, ഇവിടെയൊക്കെ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വിജയങ്ങളിലൂടെയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നത്, കേരളത്തിലെ വലിയൊരു സമൂഹവും പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ പ്രതീക്ഷയെ കാത്തുസൂക്ഷിക്കുന്ന തരത്തിലുമുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നതാണ്, പിന്തിരിപ്പിക്കലല്ല, അവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പുകളുടെ ഈ പുതിയ തലപൊക്കൽ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടി ഒരു പ്രധാന നേതാവായിട്ട് എ ഗ്രൂപ്പിൻ്റെ ഒരു തലപ്പത്തുണ്ടായിരുന്നൊരു നേതാവാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ ആ ഗ്രൂപ്പിന് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ ഒന്നും സാധിച്ചിട്ടില്ല. മാത്രമല്ല, വി.ഡി. സതീശനും അതുപോലെ തന്നെ സുധാകരനുമൊക്കെ രംഗത്ത് വന്നപ്പം അവരാദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക്, കേരള കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് അവർ വന്നപ്പോൾ പറഞ്ഞത്, ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മുഴുവൻ തങ്ങൾ ഇല്ലാതാക്കും എന്നാണ്. ഗ്രൂപ്പല്ല, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വിലപേശലുകളും അതോടൊപ്പം തന്നെ അവരുടെ പകയൊക്കെ, ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ തങ്ങൾ ഇല്ലാതാക്കും, ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമെന്നാണ് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനുമൊക്കെ വ്യക്തമാക്കിയത്, കെ സിയും ഒക്കെ വ്യക്തമാക്കിയത്. എന്നാൽ അവർ ഒതുക്കിയ ആ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും കോൺഗ്രസിൽ തലപൊക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതുമാത്രമല്ല, കോൺഗ്രസ് നേരിടുന്ന ഒരു വെല്ലുവിളി ഇതുമാത്രമല്ല, ലീഗ്, ഒരു പ്രബല വിഭാഗമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ലീഗിൽ പോലും അതൃപ്തി വഖഫ് വിഷയത്തിലടക്കം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. ടി മുഹമ്മദ് ബഷീർ ആവട്ടെ, അതോടൊപ്പം തന്നെ KM ഷാജിയുടെ ഗ്രൂപ്പ് ആവട്ടെ, ഇവരൊക്കെ വഖഫ് വിഷയത്തിൽ എടുത്ത നിലപാടുകൾ
തീർത്തും എന്താണ് ഒരു ജനങ്ങൾ, ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആ വിഷയത്തിലുള്ളൊരു നിലപാട് എടുക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ഈ നേതാക്കന്മാരൊക്കെ ലീഗിൻ്റെ അകത്ത് നിന്ന് തന്നെ എടുക്കുന്നത്. അത് മറ്റ് നേതാക്കന്മാർക്കിടയിൽ, പ്രത്യേകിച്ചും അധ്യക്ഷനായിട്ടുള്ള ശിഹാബ് തങ്ങൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള അതൃപ്തികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ലീഗ് എന്ന് പറയുന്ന പ്രധാന മുന്നണിയിലും ഒരു വലിയ അതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ ശാപമായിട്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടി തലപൊക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസ് അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ്. പക്ഷേ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊരു ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നുള്ളൊരു ഒരു പ്രധാന സ്ഥാനം തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് നൽകുന്നില്ല. അപ്പം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് മകളെയും രംഗത്തിറക്കിക്കൊണ്ട് എ ഗ്രൂപ്പിൻ്റെ ഒരു അധീശത്വം കാണിക്കാം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അച്ചൂമ്മനെ പോലുള്ളവരെ വരുന്നു എന്ന വാർത്തകൾ നമുക്ക് കേൾക്കാനിടയാവുന്നത്. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പഴയ പോലെ ശക്തമല്ല എങ്കിലും ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് അടിത്തട്ട് വരെ സ്വാധീനമുള്ള ഗ്രൂപ്പ് എ ഗ്രൂപ്പ് തന്നെയാണ്. ഈ ഐ ഗ്രൂപ്പിനെ പോലെ പല കഷ്ണങ്ങളാക്കി വി ഡി സതീശനും KC വേണുഗോപാലും എ ഗ്രൂപ്പിനെയും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇപ്പോൾ ഐ വിഭാഗത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണുള്ളത്. എ ഗ്രൂപ്പിൽ നിന്ന് ഷാഫി പറമ്പിൽ, T സിദ്ദിഖ് എന്നിവരെ വി ഡി സതീശനും KC വേണുഗോപാലും അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിലും എ ഗ്രൂപ്പിൻ്റെ അടിത്തറ കാര്യമായി തകർന്നിട്ടില്ല. ചാണ്ടി ഉമ്മനെയും അച്ചുമ്മനെയും കളത്തിലിറക്കി എ ഗ്രൂപ്പ് പഴയ പ്രതാപത്തിലേക്ക് പോകണമെന്നതാണ് ഈ വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. അച്ചു ഉമ്മൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അച്ചുവിനെ സജീവമാക്കാനാണ് എ ഗ്രൂപ്പ് നേതൃത്വം ശ്രമിക്കുന്നത്. അതായത് അച്ചുവിന് ഒരു വിഭാഗം, എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മനേക്കാൾ സ്വാധീനം ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മുഴുവനുണ്ട് എന്നുള്ളതാണ്. കാരണം അവരെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവർക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വലിയ രീതിയിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അതിനെതിരെ കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ അവർ കാണിച്ച ആ ഒരു എന്താ പറയുക, ആ സമയത്തെ ഒരു നിലപാട്, അവർ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. സത്യത്തിൽ ഈ ഐ ഗ്രൂപ്പിനെ നന്നാക്കാൻ എ ഗ്രൂപ്പിനെ നന്നാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചൂമ്മനെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അച്ചൂമ്മനൊരു സീറ്റ് കൊടുത്തുകൊണ്ട് അച്ചൂമ്മനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ, കാരണം അച്ചൂമ്മൻ്റെ അത്ര രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ ഇപ്പോഴും ചാണ്ടി ഉമ്മന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. പക്ഷേ അച്ചു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അച്ചു ഉമ്മൻ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ കുറച്ചുകൂടി എളുപ്പവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുന്ന സാഹചര്യത്തിൽ ഗ്രൂപ്പുകളുടെ എനിക്ക് തോന്നുന്നു ഇനി ഇസഡ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ വരാൻ. ബാക്കി എല്ലാ ആൽഫബറ്റും കോൺഗ്രസ്സിലായി. ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനെ പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഷാഫി പറമ്പിലിനെ പോലുള്ള, അതുപോലെ തന്നെ T സിദ്ദിഖ് ഒക്കെ, ഇവരൊക്കെ നേതൃത്വം നൽകിയത് യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പിനെയാണ്. ഈ എ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തങ്ങളുടെ വശത്തേക്ക് ഈ വി ഡി സതീശനും അതുപോലെ തന്നെ KC ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പിനെ തന്നെ മുറിച്ച് കളഞ്ഞ് അതിലുള്ള പ്രധാന നേതാക്കന്മാരെയൊക്കെ തങ്ങളുടെ പക്ഷത്ത് നിർത്തുക എന്നുള്ളൊരു രീതിയാണ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ KC ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചേലക്കരയുള്ള വിജയം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് അവിടെ വിജയം? അവിടെ യഥാർത്ഥത്തിൽ BJPക്കാണെങ്കിലും LDF അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ ജനമനസ്സുകൾക്കിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതൃപ്തികളൊക്കെ ഉണ്ടായിട്ടും ചേലക്കര പോലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം അവർക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവിടെ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ളൊരു വിജയം, അവർ പ്രതീക്ഷിച്ചൊരു വിജയം
വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയായിട്ട് വരുന്ന 2026 തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. യഥാർത്ഥത്തിൽ ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളുടെ വാർഡുകളുടെ ഒരു പുനർക്രമീകരണം നടന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM-ന് ഗുണം ചെയ്യും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അത് ആ വാർഡ് വിഭജനം കൂടുതലും ഗുണം ചെയ്തത് കോൺഗ്രസ്സിനാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിജയം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന തലപൊക്കുന്ന ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും അവരെ വെല്ലുവിളിയിലേക്ക് കൊണ്ടെത്തിക്കുമോ? അവർ 2026 തന്നെ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ്സിനെ അതിൽ നിന്ന് ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിൻവലിക്കുമോ എന്നാണ് നമ്മൾ നോക്കിയിരുന്ന് കാണുന്നത്. കാരണം സ്വന്തം നേതാക്കൾക്കിടയിൽ കോൺഗ്രസ്സിലാണെങ്കിൽ തന്നെ എതിർചേരിയിൽ നിൽക്കുന്ന നേതാക്കൾക്കെതിരെ വരെ വോട്ട് കുത്താതിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ്.